നമസ്കാരം. നിസ്സഹായതയുടെ നിമിഷങ്ങൾ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിമിതികളെയും മനുഷ്യന്റെ നിസ്സഹായതയും നിരന്തരം ഓർമ്മിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും നാം അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നിർമ്മിത ബുദ്ധിയെയും മനുഷ്യ മസ്തിഷ്കത്തെയും കവച്ചുവെക്കുന്ന ശാസ്ത്ര നേട്ടങ്ങളെയും കുറിച്ചൊക്കെ വാചാലരാകുന്നവർ ചില ചെറിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ പോലും പകച്ചു നിൽക്കുന്നതും നാം കാണുന്നു. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ ലോറിയിലുണ്ടായിരുന്ന അർജുൻ എന്ന മലയാളി യുവാവിനു വേണ്ടി തിരച്ചിൽ നടത്താൻ പോലും ഏറെ വൈകി. തിരക്കുള്ള ഈ പാതയിൽ മലയിടിഞ്ഞു വീണ് ഗതാഗതം മുടങ്ങിയിട്ടും ബന്ധപ്പെട്ടവർ അത് അറിയാനും മണ്ണ് നീക്കാനും എത്രമാത്രം സമയമെടുത്തു. ആ മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒന്നും സഹായകമായില്ല. രക്ഷാപ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെട്ടു. കാരണമായി പറഞ്ഞത് പ്രതികൂല കാലാവസ്ഥ. ഏത് പ്രതിസന്ധിയിലും നമുക്ക് കൈത്താങ്ങാകുമെന്ന് കരുതുന്ന പല സംവിധാനങ്ങളും നിശ്ചലമാകുമ്പോൾ മനുഷ്യൻ തന്റെ പരിമിതിയും ദൗർബല്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിൽ 300ഓളം മീറ്റർ നീളത്തിലാണ് മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. തുടർച്ചയായി പെയ്ത മഴയിൽ മണ്ണിളകി വീണതാണെന്ന് കരുതുന്നു. അപകടമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞ് അർജുന്റെ ഫോൺ ഓണായി എന്ന പ്രതീക്ഷയിൽ കുടുംബം കാത്തിരുന്നെങ്കിലും പിന്നീട് വന്ന വിവരങ്ങൾ പലതും ആശാവഹമായിരുന്നില്ല. 12 ചക്രമുള്ള വലിയ വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത്. പാത അർജുന് പരിചിതവുമായിരുന്നു. ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് നദിയുമുള്ള ഭാഗമാണിത്. അപകടം നടക്കുമ്പോൾ ഇവിടെ മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നു. റോഡിനോട് ചേർന്ന സമതല പ്രദേശത്ത് ചെറിയ ചായക്കടകളും പ്രവർത്തിച്ചിരുന്നു. വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരമൊരു വമ്പൻ മലയിടിച്ചിൽ ആരും പ്രതീക്ഷിച്ചില്ല. മണ്ണ് കുത്തനെ വീണപ്പോൾ കൂറ്റൻ വാഹനങ്ങൾ പോലും അതിനടിയിലായി. അർജുൻ ഓടിച്ച ലോറി നദിയിലേക്ക് ഒലിച്ചു പോയോ എന്ന സംശയവും നിലനിൽക്കുന്നു. ലോറിയുടെ GPS സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മണ്ണ് നീക്കി നോക്കിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ലോറിയുടെ സ്ഥിതി അറിയാൻ റഡാർ കൊണ്ടുവരാനായത് 3 ദിവസം കഴിഞ്ഞാണ്. മണ്ണ് മാറ്റി നോക്കിയത് വിജയകരമായില്ലെന്ന് കണ്ടപ്പോഴാണ് റഡാർ കൊണ്ടുവരുവാൻ തീരുമാനിച്ചത്. ഇതുപോലുള്ള അപകടവേദികളിൽ നമുക്ക് നടത്താനാവുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പരിമിതി എത്രയോ വലുതാണെന്ന കാര്യം വിട്ടുപോകരുത്. ഇന്നലെ കാലാവസ്ഥ ദുർഘടമായിരുന്നെങ്കിലും ഇന്ന് കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ തെരച്ചിലിന് ഗതിവേഗമുണ്ടായിട്ടുണ്ട്. പക്ഷെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി എന്ന ചിന്തയാണ് പൊതുവെ ഉള്ളത്. അക്കാര്യം അർജുന്റെ ബന്ധുക്കളും ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും സംസ്ഥാന ഭരണകൂടവും ഒക്കെ വിഷയത്തിൽ സജീവമായി ഇടപെട്ടെങ്കിലും രക്ഷാപ്രവർത്തനങ്ങളിൽ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വരുമ്പോഴും ഭരണാധികാരികൾ പലരും ഇക്കാര്യം അറിഞ്ഞില്ലെന്നത് ഖേദകരമാണ്. ദേശീയപാതയിൽ ഒരു അപകടമുണ്ടായാൽ അതിന്റെ വിവരം അടിയന്തരമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ പോലും സാധിക്കുന്നില്ലത് എത്രയോ ദയനീയമാണ്. സോഫ്റ്റ്വെയർ തകരാർ മൂലം ഇന്നലെ ലോകമാകെ സ്തംഭിച്ച അവസ്ഥയുണ്ടായതും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ മറ്റൊരു പരിമിതിയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ആധുനിക IT സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെപ്പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നലെ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ഒന്നാകെ നിശ്ചലമായി. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ബാങ്കിംഗ് പ്രവർത്തനം താറുമാറായി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ IT സ്തംഭനമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപഭോക്താക്കൾക്ക് നൽകിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് ഇന്നലത്തെ പ്രശ്നങ്ങൾക്ക് ഹേതുവായതെന്നാണ് വിശദീകരണം. ഇന്ത്യയിൽ ഇൻഡിഗോയുടെ മാത്രം 400ഓളം വിമാന സർവീസുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. ലോകമെമ്പാടുമായി 1500-ലേറെ വിമാന സർവീസുകൾ ഈ സാങ്കേതിക തകരാർ മൂലം തടസ്സപ്പെട്ടു. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും ഈ തടസ്സം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കൊച്ചിയിൽ 1 ഡസനോളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ കമ്പ്യൂട്ടറുകൾക്ക് തകരാർ ഉണ്ടാകുന്നത് പുതുമയല്ലെങ്കിലും ഇത്രയും വ്യാപകമായ പ്രശ്നം ഇതാദ്യമാണ്. ഓരോ പ്രതിസന്ധികളെയും അത് നേരിടുന്ന സാഹചര്യങ്ങളിൽ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യനുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ നാം തീർത്തും നിസ്സഹായരാകുന്നു. ഏത് ശാസ്ത്ര നേട്ടത്തെയും നിഷ്ഫലമാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് കൂടുതൽ കരുതലോടെയും കാര്യക്ഷമതയോടെയും അതിജീവിക്കാൻ സാധിക്കണം. നമസ്കാരം.